ഹലോ എവരിവൺ, വെൽക്കം ടു ലിവ് ആൻഡ് സോൾ. ഈ വീഡിയോയിൽ നമുക്ക് ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് സ്റ്റെബിലൈസേഷൻ ചെയ്യാമെന്ന് നോക്കാം. മെയിൻലി നമ്മൾ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് വീഡിയോ ക്യാമറ മൂവ്മെൻറ്റ്, അതേപോലെ ഷെയ്ക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ സ്റ്റെബിലൈസേഷൻ ഒരു വീഡിയോന് ആവശ്യമായിട്ട് വരിക. ഇന്നത്തെ ന്യൂ ജനറേഷൻ ക്യാമറയിലൊക്കെ ഈ സ്റ്റെബിലൈസേഷൻ ഇൻബിൽഡ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പല ക്യാമറകളിലും നമുക്ക് എക്സ്റ്റേണലായിട്ട് സ്റ്റെബിലൈസേഷൻ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അല്ലെങ്കിൽ പണ്ടത്തെ ക്യാമറയോ അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ ക്യാമറയിൽ എടുത്ത വീഡിയോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്റ്റെബിലൈസേഷൻ ചെയ്യേണ്ട ആവശ്യം വരും. മെയിൻലി ആയിട്ട് ഈ ന്യൂ ജനറേഷൻ ക്യാമറകളിൽ യൂസ് ചെയ്യുന്ന ഒന്നെങ്കിൽ ഡിജിറ്റലി ആവും, അല്ലെങ്കിൽ അത് ഇൻബിൽഡായിട്ട് സെൻസർ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്യാപ്ചർ ചെയ്ത വീഡിയോനൊരു ഷെയ്ക്ക് ഉണ്ട്, അല്ലെങ്കിൽ അതിന് സ്റ്റെബിലൈസേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡാവിഞ്ചി റിസോൾവിൽ അത് ചെയ്യാൻ പറ്റും. ഈ ഡാവിഞ്ചി റിസോൾവിൽ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇമേജിനെ അതായത് ഡിജിറ്റലി ആണ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ആക്ച്വലി ഈ സ്റ്റെബിലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ആർട്ടിഫാക്ട്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആർട്ടിഫാക്ട്സ് കൊടുക്കുക, അതേപോലെ സൂം ചെയ്തിട്ട് എഡ്ജസ് കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നത് ഒരു വീഡിയോനെ. നമുക്ക് ഈ സ്റ്റെബിലൈസേഷൻ രണ്ട് പേജിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് എഡിറ്റ് പേജിൽ നിന്ന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കളർ പേജിൽ നിന്ന് ചെയ്യാൻ പറ്റും. രണ്ടും ഞാൻ പറയാം. എഡിറ്റ് പേജ് ആദ്യം നോക്കാം. ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇൻസ്പെക്ടറിൽ പോവുക. അതിൽ ഈ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ഓൺ ചെയ്യുക. അത് ചിലപ്പം ഇങ്ങനെയൊക്കെ കിടക്കുന്ന അത് ഓൺ ചെയ്യുക. എന്നിട്ട് ഇതിൽ സ്റ്റെബിലൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. ഒന്നെങ്കിൽ ഈ മെത്തേഡിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ കളർ പേജിൽ പോവുക. ഇതിൽ ഈ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടൊരു നോഡ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഈ സെക്കൻഡ് വൺ സ്റ്റെബിലൈസർ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് എങ്ങനെ എഡിറ്റ് പേജിൽ നിന്ന് സ്റ്റെബിലൈസേഷൻ ചെയ്യുക? ആദ്യം തന്നെ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഈ പറഞ്ഞ ബോക്സിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, മെയിൻലി ഡാവിഞ്ചി റിസോൾവിൽ 3 ടൈപ്പ് ഓഫ് സ്റ്റെബിലൈസേഷൻ ആണ് വരുന്നത്. ഒന്ന് പേഴ്സ്പെക്റ്റീവ്, 2 സിമിലാരിറ്റി, 3 ട്രാൻസ്ലേഷൻ. ഈ 3 സ്റ്റെബിലൈസേഷൻ ആണ് ഈ ഡാവിഞ്ചി റിസോൾവ് യൂസ് ചെയ്യുന്നത്. ഇതിലെന്താണ് വ്യത്യാസം, എന്താണ് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 സ്റ്റൈലും യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരേ മെത്തേഡാണ്. പേഴ്സ്പെക്റ്റീവിൽ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോനെ സോഫ്റ്റ്വെയർ അനലൈസ് ചെയ്യും. അതായത് ഈ വീഡിയോയിലെ പാന്, ടിൽറ്റ്, അതേപോലെ സൂം, അതേപോലെ റൊട്ടേഷൻ എന്നിവയൊക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു സർട്ടൻ സ്റ്റൈലിൽ എന്ത് ചെയ്യും, വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യും. ഇനി സിമിലാരിറ്റിയിലാണെങ്കിൽ ഈ സെയിം മോഡലിൽ തന്നെ പക്ഷെ ഒരു സ്റ്റൈല് വ്യത്യാസം ഉണ്ടാവും. അതായത് സോഫ്റ്റ്വെയർ പാന്, ടിൽറ്റ്, സൂം, റൊട്ടേഷൻ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു സർട്ടൻ സ്റ്റൈലിൽ എന്ത് ചെയ്യും, വീഡിയോ സ്റ്റെബിലൈസേഷൻ ചെയ്യും. ഇനി മൂന്നാമത്തെ മെത്തേഡായിട്ടുള്ള ഈ ട്രാൻസ്ലേഷൻ സ്റ്റെബിലൈസേഷൻ, ആ ഒരു മെത്തേഡ് എന്താ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോനെ പാനും ടിൽറ്റും മാത്രം അനലൈസ് ചെയ്യും. എന്നിട്ട് അതിന് ഒതുങ്ങുന്ന രീതിയിലായിരിക്കും ആ ഒരു സ്റ്റെബിലൈസേഷൻ അപ്ലൈ ചെയ്യുക. ഓരോ വീഡിയോനും ഓരോ മെത്തേഡ് ആയിരിക്കും ബെറ്റർ ആയി വരിക. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റൂല, ഓരോന്നും ചെയ്ത് തന്നെ നോക്കിയിട്ടേ ആയിരിക്കും ചെയ്യാൻ പറ്റുക. ഈ പേഴ്സ്പെക്റ്റീവിൽ കൂടുതലായിട്ട് ആർട്ടിഫാക്ട്സ് ഭയങ്കര കൂടുതലായിട്ട് കാണാറുണ്ട് സിമിലാരിറ്റീനെക്കാട്ടും. പക്ഷെ പറഞ്ഞു വന്ന പോലെ തന്നെ ഓരോ വീഡിയോസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ഒരു പിന്നെ അടുത്ത് വരുന്നത് ക്യാമറ ലോക്ക് ആക്കി വെക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ സൂം വരുന്നുണ്ട്. പിന്നെ റേഷ്യോസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. സ്മൂത്ത്നെസ് കാണാൻ പറ്റും, സ്ട്രെങ്ത് കാണാൻ പറ്റും, ക്രോപ്പിംഗ് റേഷ്യോ കാണാൻ പറ്റും. ഇതൊക്കെ ഒരു ഒപ്റ്റിമൈസ് ആയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ചെയ്ത് നോക്കി തന്നെ ഒരു വീഡിയോൻ്റെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത്. നമുക്ക് ഈ വീഡിയോ ഫസ്റ്റ് തന്നെ സൂം കൊടുക്കാതെ ഒന്ന് സ്റ്റെബിലൈസേഷൻ ചെയ്ത് നോക്കാം, എന്താണ് ഔട്ട്കം വരുന്നത് നോക്കാം. ഓക്കെ, സ്റ്റെബിലൈസേഷൻ ചെയ്തു. അപ്പോൾ നമ്മൾക്ക് വന്നിട്ടുള്ള വീഡിയോൻ്റെ ഔട്ട്പുട്ടിൽ ഈ എഡ്ജസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബ്ലാക്കിഷ് ആയിട്ട് കുറേ കാണാൻ പറ്റും. ആ ഷെയ്ക്ക് കണ്ടോ ഇവിടെയൊക്കെ വരുന്നത്,
അതാണ് മെയിനായിട്ട് ഈ ഒരു ടൈപ്പ് സൂം ചെയ്തില്ലെങ്കിൽ അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോനെ ചെരിച്ചും അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അതായത് ടിൽറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എഡ്ജസ് കട്ട് ആവാതെ തന്നെ ആ വീഡിയോനെ സ്റ്റെബിലൈസ് ചെയ്യാനാണ് നോക്കുക. നമ്മളെപ്പോഴും സൂം കൊടുത്തിട്ട് സ്റ്റെബിലൈസ് ചെയ്യുമ്പോഴുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. പെർസ്പെക്റ്റീവ് തന്നെ സ്റ്റെബിലൈസ് ചെയ്തു. അപ്പോൾ വരുന്നിട്ടുള്ള ഔട്ട്കം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ എഡ്ജസ് ബ്ലാക്കിഷ് ആയിട്ട് വരുന്നില്ല, കറക്റ്റായിട്ട് എഡ്ജസ്റ്റ് നിൽക്കുന്നുണ്ട്, വീഡിയോ ആണെങ്കിൽ സ്റ്റെബിലൈസ് ആയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ രണ്ട് പ്രോപ്പർട്ടീസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും സൂം ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുണ്ടാവുക. നമ്മൾ ഈ സ്മൂത്ത്നെസ് കൂട്ടുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ സൂമിങ് കൂടും. കാണിച്ചു തരാം. സ്മൂത്ത്നെസ് 1 വെച്ചു, സ്റ്റെബിലൈസേഷൻ കൊടുക്കുന്നവരെ കണ്ടോ സൂം ആയത്. അപ്പോൾ അതിനനുസരിച്ച് കുറേ സൈഡ് കാര്യങ്ങളൊക്കെ കട്ടായി പോകുന്നതാണ്. പക്ഷെ വീഡിയോ ഒരു നല്ല സ്മൂത്തിൽ പോകും. അതിൻ്റെയും കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് സ്മൂത്ത് ഓൺ ആക്കിയിട്ടുള്ള കൊടുത്തത്. പക്ഷേ ആ ഒരു പോയിന്റിൽ നമുക്ക് കൂടുതൽ ആർട്ടിഫാക്ട്സ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കറക്റ്റായിട്ട് സ്മൂത്ത്നെസ് ഒരു 0.25 വെച്ച് കൊടുക്കുകയോ, അല്ലെങ്കിൽ നിങ്ങളെ വീഡിയോ അനുസരിച്ചിരിക്കും. വീഡിയോയിൽ ഷേക്ക് കുറവാണെങ്കിൽ കുറച്ച് കൂട്ടിയെന്ന് വെച്ചിട്ടും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നത്. പക്ഷെ എല്ലാം ഓരോ വീഡിയോനും ഓരോ മെത്തേഡായിരിക്കും ബെറ്റർ ആയി വരിക. അതന്നെ ഈ 3 മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ബെറ്റർ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസിന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതാണ് ഈ എഡിറ്റ് പേജിൽ നിന്ന് നമ്മൾ സ്റ്റെബിലൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി കളർ പേജിൽ നിന്ന് എങ്ങനെയാണ് സ്റ്റെബിലൈസേഷൻ ചെയ്യുമ്പോൾ നോക്കാം. കളർ പേജ് പോയി ഈ ഒരു ബോക്സാണ് നമ്മൾ ഈ സ്റ്റെബിലൈസേഷൻ ചെയ്യുന്ന കാര്യങ്ങളെ ഒക്കെ കാണിക്കുന്നത്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്, സ്റ്റെബിലൈസ് ബട്ടൺ. പിന്നെ ഇവിടെ വരുന്നത് നേരത്തെ ക്രോപ്പിംഗ് റേഷ്യോ, അതിലെ സ്മൂത്ത്, നമുക്ക് നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത സ്മൂത്ത് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ക്യാമറ ലോക്ക് വേണോ സൂം വേണോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഇത് വേണോ നേരത്തെ പറഞ്ഞ 3 മെത്തേഡ്, അത് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ഈ സ്റ്റെബിലൈസേഷനിൽ വരുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.